ആമഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ജോയിക്കായുള്ള രക്ഷാദൗത്യം തുടരുകയാണ്. ഇപ്പോൾ ഈ റെയിൽവേയുടെ ഈ ടണലിൻ്റെ എക്സിറ്റ് പോയിന്റിൽ നിന്ന് സ്കൂബ ഡൈവിംഗ് ടീം ഒരു പരിശോധന നടത്തുന്നു. എൻട്രൻസ് ഗേറ്റിൽ നിന്നും പരിശോധന തുടരുന്നു. അങ്ങനെ രണ്ട് ഭാഗങ്ങളിൽ നിന്നായി പരിശോധന തുടരുന്നു. നേരത്തേക്ക് നമ്മൾ പറഞ്ഞതുപോലെ വെല്ലുവിളിയായി മാലിന്യ കൂഞ്ഞ തന്നെ അവിടെയുണ്ട്. വൈകിട്ടോടുകൂടി നേവി സംഘവും വരുന്നു. അങ്ങനെ രക്ഷാദൗത്യത്തിൽ അവർക്കാകുന്നത് എന്തൊക്കെയാണോ അതെല്ലാം അവർ ചെയ്യുകയാണ്. പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സലിം മരിച്ചിരുന്നു. സലിം, ഈ ഇന്നലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞത് ആശ്വാസകരമായിരുന്നു. പ്ലാസ്റ്റിക്കുകൾ താഴോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ സ്കൂബ ഡൈവിംഗ് ടീമിന് ഇതിൽ കാര്യമായി മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഈ ജലനിരപ്പ് കുറഞ്ഞതാണെന്ന ഒരു അസംഷൻ, ഒരു നിഗമനം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാട്ടർ ഫ്ലഷ് ചെയ്തുകൊണ്ട് അത് ഫ്യൂൽ ചെയ്തുകൊണ്ട് ജലനിരപ്പ് ഉയർത്തിക്കൊണ്ടൊരു പരിശോധനയ്ക്ക് പ്ലാൻ ചെയ്യുന്നത്. അതിനൊരു സാധ്യത ഈ രക്ഷാദൗത്യത്തിൽ എത്രത്തോളമാണ്? സുഹേൽ, സ്വാഭാവികമായും ഈ സ്ക്യൂബ ഡൈവിങ്ങിന് ആവശ്യമായ ജലനിരപ്പ് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നില്ല. അത് സ്ക്യൂബ ഡൈവിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഈ മാലിന്യം മാറ്റാൻ ജലനിരപ്പ് കുറയണമെങ്കിൽ സ്ക്യൂബ ഡൈവിങ്ങിന് കുറച്ചധികം ജലനിരപ്പ് വേണം. ആ നിലയിലാണ് ഇപ്പോൾ കുറച്ച് ജലനിരപ്പ് ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നന്ദകിഷോറ വെള്ളത്തിൻ്റെ ഒരു ദൃശ്യം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അതായത് നമ്മൾ തൊട്ടപ്പുറത്ത്, അതായത് ഇതിൻ്റെ ഈ തോടിൻ്റെ എൻട്രൻസ്, ഈ റെയിൽവേ ഭൂമിയുടെ എൻട്രൻസിലേക്ക് കാണുമ്പോഴുള്ള അത്ര ക്വാളിറ്റിയുള്ള വെള്ളമല്ല. അതിനപ്പുറത്തേക്ക് അങ്ങേയറ്റം മലിനമായ അത്രയും വൃത്തികെട്ട വെള്ളമാണ്. കളർ പോലും നമുക്ക് കാണാൻ കഴിയും. അത്രയും മോശമായ വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. അതായത് ഈ ടണലുകൾ കടന്നു വരുമ്പോൾ അത്രയധികം മാലിന്യങ്ങൾ, അതിലതൊരു മാലിന്യ മലയെന്നോ മാലിന്യ കൂമ്പാരമെന്നോ പറയാവുന്ന നിലയിൽ ഒരു പാറ കണക്കെ കെട്ടി നിൽക്കുകയായിരുന്നു എന്നാണ് സ്ക്യൂബ ഡൈവിംഗ് ചെയ്തവർ നമ്മളോട് പറഞ്ഞത്. അത്രയധികം മോശമായ മാലിന്യമുള്ള ടണലുകളിൽ നിന്നാണ് വെള്ളം ഇവിടേക്ക് എത്തുന്നത്. അത്രയധികം മോശമായി അതിങ്ങനെ കിടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങേയറ്റം ഒരു അനാസ്ഥയുടെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മുടെ ക്യാമറയിൽ കാണുന്നത് റെയിൽവേ ഭൂമിയിലെ റെയിൽവേയുടെ ഒരു വലിയ അനാസ്ഥ, ഒരു എന്ന് പറയാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് റെയിൽവേ ടോയ്ലറ്റിലെ വെള്ളം നേരെ ആമയിഴഞ്ചാൻ തോടിലേക്ക് വരികയാണ്. അവിടെ ഒരു അടപ്പ് പോലും, അത് നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലമായെന്ന് തോന്നുന്നു, അത് ഡയറക്റ്റ് അതിലെ വേസ്റ്റ്, ആ ടോയ്ലറ്റിന്റെ വേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ആ വേസ്റ്റ് വീഴുന്ന വെള്ളത്തിലാണ് ഈ മനുഷ്യർ, ഈ കഴിഞ്ഞ 28 മണിക്കൂറായി ഈ മനുഷ്യർ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം നിർഭാഗ്യകരമായ കാര്യമാണ്. ആ മനുഷ്യർ ഒരു ജീവന് വേണ്ടി അത്രയധികം ബുദ്ധിമുട്ടുന്നതാണ്. എന്തായാലും നിലവിലിപ്പോൾ തിരുവനന്തപുരം മേയർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. മേയറുടെ കൺമുമ്പിലാണ് റെയിൽവേയുടെ ഒരു വലിയ അനാസ്ഥയുടെ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ടോയ്ലറ്റിൻ്റെ ഒരു അടപ്പ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ആ വെള്ളം ഉൾപ്പെടെയാണ് ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ വിഷയം വന്നതിന് ശേഷം ഇവരുടെ മാലിന്യ സംസ്കരണം എങ്ങനെയാണെന്നുള്ള കർശനമായ പരിശോധന നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ ഒരു സാധ്യമായ ഒരു കാര്യമല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാത്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ഇതിനെ ആദ്യം നമ്മൾ വന്ന ചൈത്രം ഹോട്ടലിൻ്റെ പരിസരത്ത് നിന്ന് ഇതിൻ്റെ അവിടെ നിന്ന് എൻട്രൻസിൻ്റെ ഭാഗം വളരെ തെളിഞ്ഞ വെള്ളമായി കാണുന്നത്, ഇവിടെ നിന്ന് ഈ റെയിൽവേയുടെ ഈ ടണലിനുള്ളിൽ കൂടി പുറത്തേക്ക് വരുന്ന മാലിന്യം, റെയിൽവേയുടെ ട്രാക്കിൻ്റെ അടിയിൽ കൂടി വരുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് ഗുരുതരമായ രീതിയിൽ തന്നെ അതിൽ മലിനജലം ഉൾപ്പെടെയുള്ളവ ചേർന്നുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് ഞാനിവിടെ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ഈ ടോയ്ലറ്റുകൾ, അതിൽ നിന്നുള്ള മാലിന്യം നേരിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴുക്കിവിടുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ട്രെയിനിനകത്തുള്ള ഫീക്കൽ വേസ്റ്റ് അടക്കമുള്ള ഈ ക്ലീൻ ചെയ്യുന്ന വാട്ടർ വാഷ് അടക്കം നടത്തുന്ന സമയത്തുള്ള മുഴുവൻ മാലിന്യവും ഈ തോട്ടിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് പരിശോധനയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രാഥമിക സംവിധാനവും ETP, STP അടക്കമുള്ള ഒരു സംവിധാനവും ഇത്രയും വലിയ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഭാഗമായി നിൽക്കുന്ന റെയിൽവേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ്. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരസഭ എന്നുള്ള നിലയിൽ തന്നെ റെയിൽവേയുടെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നഗരസഭയ്ക്ക് ഇടപെടുന്നതിൽ ഇവർ നേരത്തെ തന്നെ ഇടപെടുന്ന സമയത്തെല്ലാം ഇതിനുള്ളിലേക്ക് കയറ്റാതെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഞാനത് നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നഗരസഭ കർശനമായ നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത് ഗൗരവത്തോടുകൂടി റെയിൽവേ അധികൃതർ കാണേണ്ടതുണ്ട്. അതിനാവശ്യമായ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും
ഇനി അതിന് നിയമപരമായിട്ടുള്ള ലീഗൽ ഏതെങ്കിലും സഹായങ്ങൾ അടക്കം വേണമെങ്കിൽ അതെല്ലാം തേടിക്കൊണ്ട് നഗരസഭ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അതായത് സുഹൈൽ, ഒരു തരത്തിലും ന്യായീകരണം ഇല്ലാത്തൊരു അനാസ്ഥ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ അത് പറഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് ആ ലൈവ് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് കൂടി പോയത്. ഈ ഘട്ടത്തിൽ ഒരു മനുഷ്യജീവനാണ് പ്രധാനമെങ്കിൽ പോലും ആ മനുഷ്യജീവന് വേണ്ടി തേടുന്ന ഇത്രയധികം മനുഷ്യർ അവർ ഈ മലിന ജലത്തിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ മുങ്ങിത്തപ്പുന്നത് എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ്. സുഹൈൽ, ശരി, അവിടെ രക്ഷാപ്രവർത്തകർ അതീവ സാഹസികമായി രക്ഷാദൗത്യം തുടരുന്നതിനിടയിലും നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ റെയിൽവേയിൽ നിന്നുള്ള സെപ്റ്റിക് വേസ്റ്റുകൾ ഒരടപ്പ് പോലുമില്ലാതെ അത് ഡയറക്റ്റായിട്ട് ആ തോടിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ പോലും കാണുന്നു. ഇത് എവിടെ നിന്നോ വന്ന് കുമിഞ്ഞുകൂടുന്ന മാലിന്യമാണെന്നൊക്കെ പറയുന്നത് സങ്കടകരമാണ്. അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ തോട്ടിലും പുഴയിലേക്കും വലിച്ചെറിയുന്നതിന്റെ ഒരു വിപത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ആമഴഞ്ചാൻ തോട്ടിലെ ഈ രക്ഷാദൗത്യത്തിന്റെ വാർത്തകളിലേക്ക് തന്നെ തിരികെ വരാം.